ഇന്നലെ ഒരു കസ്റ്റമർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആട്ടോ ഞാൻ പറയുന്നത്. ഒരു ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് നമ്മൾ 4000-ന്റെ 5000-ന്റെ ഇടയിൽ അലൈൻമെന്റ് ചെയ്യണമെന്ന്. അതേപോലെ 4000-5000 കിലോമീറ്റർ ഇടയിൽ അലൈൻമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ റോഡുകൾ വിദേശത്തെ റോഡുകൾ മാതിരിയുള്ള റോഡൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു 10-ന്റെയും 15-ന്റെയും ഒക്കെ ഇടയിൽ അലൈൻമെന്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ റോഡുകൾ നമുക്കറിയാലോ, കുണ്ടും കുഴികളും ഒക്കെ ഒരുപാടുള്ള റോഡുകളായതുകൊണ്ട് ആ കുണ്ടിലും കുഴിയിലും ഒക്കെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വീഴുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മളെ ആ പീരീഡിന്റെ ഉള്ളിൽ തന്നെ അലൈൻമെന്റ് മാറാനുള്ള സാധ്യത, ടയറിന് വൺ സൈഡ് വെയർ വരാനും വണ്ടിന്റെ കംഫർട്ട് കുറയാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ 5000 കിലോമീറ്ററിൽ നിർബന്ധമായിട്ടും അലൈൻമെന്റ് ചെയ്യണമെന്ന് കസ്റ്റമറോട് പറയുന്നത്. അതിനർത്ഥം 5000 കിലോമീറ്റർ വരെ അലൈൻമെന്റ് പോകില്ല എന്നല്ല. ഇന്ന് അലൈൻമെന്റ് ചെയ്തൊരു വണ്ടി നമ്മൾ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഒരു കട്ടറിലോ കുഴിയിലോ ഒക്കെ വീഴുന്ന സമയത്ത് നമുക്ക് അലൈൻമെന്റ് ഔട്ടായി എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 4000 കിലോമീറ്റർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടയറിന്റെ കാര്യം തീരുമാനമാകും.